വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം കേരളത്തിന്റെ കണ്ണീരായ 2024 ജൂലൈ 30 ആ കറുത്ത ദിനത്തിന് കാലം 2 വർഷത്തോടടുക്കുന്നു. ആ ദുരന്തമുഖത്ത് HVACR എംപ്ലോയീസ് അസോസിയേഷൻ കേരള കാണിച്ച വലിയൊരു സേവനത്തെക്കുറിച്ച് ഇന്നും അധികമാർക്കും അറിയില്ല എന്നത് ഏറെ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ മാന്യമായി സംരക്ഷിക്കുക എന്നത് അന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. ആ നിർണായക ഘട്ടത്തിൽ അസാധ്യമായതിനെ സാധ്യമാക്കിക്കൊണ്ട് വെറും 2 മണിക്കൂർ സമയം കൊണ്ട് HVACR എംപ്ലോയീസ് അസോസിയേഷനിലെ 30ഓളം ടെക്നീഷ്യന്മാരാണ് ഒത്തുചേർന്ന് വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ താൽക്കാലിക മോർച്ചറി സജ്ജമാക്കിയത്. 100-ലധികം മൃതദേഹങ്ങൾ ആദരവോടെയും സുരക്ഷിതമായും സൂക്ഷിക്കാൻ ആ താൽക്കാലിക സംവിധാനം അന്ന് അത്യന്താപേക്ഷിതമായിരുന്നു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ സേവനത്തിന് വേണ്ടി സർക്കാരിൽ നിന്നും 1 രൂപ പോലും ഫണ്ടായി ഈ സംഘടന വാങ്ങിയിട്ടില്ല എന്നതാണ്. സംഘടനയിലെ അംഗങ്ങൾ സ്വന്തം നിലയ്ക്ക് മുൻകൈയെടുത്ത് പൂർണ്ണമായും സൗജന്യമായാണ് ഈ വലിയ ഉത്തരവാദിത്തം നിറവേറ്റിയത്. ദുരന്തകാലത്ത് ഇത്രയും വലിയൊരു സേവനം നടന്നിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലോ ഇത് വേണ്ടത്ര എത്തിയില്ല. അന്ന് അർഹമായ ഒരു അംഗീകാരവും ഇതിന് ലഭിച്ചില്ല എന്നതും പലരും ഇന്നും ഈ സേവനത്തെ തിരിച്ചറിയുന്നില്ല എന്നതും പ്രവർത്തകർക്കിടയിൽ വലിയ സങ്കടമായി അവശേഷിക്കുന്നു. എങ്കിലും ആ നിസ്വാർത്ഥ സേവനത്തെ വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞുകൊണ്ട് 2026 ജനുവരി 16 വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ DR HVACR എംപ്ലോയീസ് അസോസിയേഷന് ഒരു അഭിനന്ദന പത്രം നൽകുകയുണ്ടായി. ദുരന്തത്തിന്റെ കരുനിഴലിൽ നാട് പകച്ചുനിന്ന നിമിഷങ്ങളിൽ സാമ്പത്തിക ലാഭങ്ങളൊന്നും നോക്കാതെ സാങ്കേതിക വിദ്യയെയും മാനവികതയെയും കോർത്തിണക്കി അതിവേഗം പ്രവർത്തിച്ച HVACR എംപ്ലോയീസ് അസോസിയേഷനിലെ ഓരോ അംഗത്തിന്റെയും ഇച്ഛാശക്തി കേരളത്തിന് തന്നെ അഭിമാനമാണ്. അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടാലും ഇല്ലെങ്കിലും ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ 30ഓളം ടെക്നീഷ്യന്മാർ കാണിച്ച വലിയ മനസ്സിനെ ഞങ്ങൾ ആദരവോടെ സ്മരിക്കുന്നു. ഈ ഉദ്യമത്തിൽ പങ്കാളികളായ മുഴുവൻ പ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ.